നമസ്കാരം. കനലൊരു തരിയായി ആലപ്പുഴയിൽ കെട്ട് ആലത്തൂരിൽ മിന്നിയതൊഴിച്ചാൽ ബാക്കി 19 ഇടത്തും തോൽവിയുടെ നെല്ലിപ്പടി കണ്ട പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ അസാധ്യ തോൽവിയുടെ പ്രേത പരിശോധന നടത്തുകയാണ് CPM-ന്റെ കമ്മിറ്റികൾ മുഴുവൻ. പശു പുല്ല് തിന്നും പോലെ ആദ്യം വിഴുങ്ങുകയും പിന്നീട് തേട്ടി അരയ്ക്കുകയും അതുതന്നെ വീണ്ടും വിഴുങ്ങുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയയാണ് അവരുടെ കമ്മിറ്റികളിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞപ്പോൾ ഉപചാരപൂർവം കൃതജ്ഞതാമൊഴി പറഞ്ഞ ആങ്കറോട് പറഞ്ഞ പോലെ അതൊന്നും ഇങ്ങോട്ടെടുക്കേണ്ടെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചതോടെ പ്രേത പരിശോധന ഏത് വിധേനയെങ്കിലും പൂർത്തിയാക്കി തുന്നിക്കെട്ടി പെട്ടിയിലാക്കി കുഴിച്ചു മൂടാനുള്ള വ്യഗ്രതയിലാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയും മറ്റു നേതാക്കളും. വിജയത്തിന്റെ ക്രെഡിറ്റ് ക്യാപ്റ്റനാണെങ്കിൽ തോൽവിയുടെ ഉത്തരവാദിത്വവും ക്യാപ്റ്റനുണ്ട് എന്ന സാമാന്യ യുക്തിയൊന്നും പിണറായി വിജയന് ബാധകമല്ല. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ എന്ന് തിരുവാതിരപ്പാട്ട് പാടി കുമ്മി കളിച്ചവർ അടിവേര് ചീഞ്ഞ് ആസന്ന മരണത്തിലേക്ക് പോകുന്ന തരത്തിൽ ഒരു പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചതിൽ പാർട്ടിയിലും ഭരണത്തിലും അവസാന വാക്കായി വിരാജിച്ചയാൾക്ക് ഉത്തരവാദിത്വമില്ലെങ്കിൽ പിന്നെ ആരെയാണ് കുറ്റപ്പെടുത്തുക? നന്നായി തോറ്റു എന്ന് ഇളിഭ്യനായി തോൽവിയെക്കുറിച്ച് അഭിപ്രായം തട്ടിവിട്ട സംസ്ഥാന സെക്രട്ടറിക്ക് തന്റെ ചുമതലയ്ക്കൊത്ത് നിവർന്നു നിൽക്കാനുള്ള നട്ടെല്ലിന് പകരം ഉണ്ണിപ്പിണ്ടിയാണോ എന്ന് പ്രവർത്തകർ സംശയിച്ചു പോകും. സ്വന്തം മകൾ ഒരു പണിയുമെടുക്കാതെ കോടികൾ മാസപ്പടിയായി വാങ്ങിയത് രേഖാമൂലം തെളിയിക്കപ്പെട്ടിട്ടും കോടിയേരിയുടെ മക്കളോട് കാണിക്കാത്ത ഔദാര്യവും കരുതലും എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കയ്യിലെ യന്ത്രപ്പാവയായ സംസ്ഥാന സെക്രട്ടറിക്കുമുണ്ട് ഉത്തരവാദിത്വം. മറിയക്കുട്ടിയെ കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിച്ച വഞ്ചന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അരക്കോടി ആളുകളോട് മാത്രമല്ല കാണിച്ചത്. മാസാമാസം അംശാദായം അടച്ചിട്ടും 10-16 മാസമായി പെൻഷൻ മുടങ്ങിയ 40 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ടവരോട് കൂടിയാണ്. ഓണവും പെരുന്നാളും ഈസ്റ്ററും ഒറ്റ മാസത്തിനുള്ളിൽ ഒരുമിച്ച് വന്നിട്ടും ഒരു മണി അരിയോ പരിപ്പോ ഇല്ലാതെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ മാറാല കെട്ടി പാറ്റയും പൂച്ചയും കയറി നിരങ്ങിയതൊന്നും ചർച്ചയ്ക്കെടുക്കാതെ മിന്നുന്ന വിജയം നേടിയ ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടെന്ന് പറയാനുള്ള അല്പത്തമാണ് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. എക്കാലത്തും ആണിക്കല്ലായി നിന്ന സമുദായങ്ങൾ 10 വോട്ടിനു വേണ്ടി നടത്തിയ അമിത പ്രീണനത്തിൽ മനം മടുത്ത് ഒന്നാകെ കുത്തിയൊഴുകിപ്പോയ കാര്യം മറച്ചുവെക്കാനും അതിന്മേലുയരുന്ന ചർച്ചകൾ മറിച്ചിടാനും വേണ്ടിയാണ് തോറ്റ് തല മണ്ണിൽ കുത്തിയിട്ടും പിണറായി വിജയൻ ശ്രമിക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിൽ സഹികെട്ട് സർക്കാരിന്റെ ചെയ്തികളെ വിമർശിച്ച ബിഷപ്പ് കൂറിലോസിനെ വിവരദോഷിയെന്ന് വിളിച്ചും കടുത്ത ഭാഷയിൽ വർഗീയ വിഷം ചീറ്റിയ വെള്ളാപ്പള്ളിയോട് മൗനം ഭജിച്ചും ഈഴവ തീയ വോട്ടുകളിൽ വന്ന ചോർച്ച അടയ്ക്കാമെന്നാണ് പിണറായി കരുതുന്നതെങ്കിൽ CPM കൂടുതൽ ഗുരുതരമായ പതനത്തെയാവും അഭിമുഖീകരിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് സഖാക്കളെ, കാലിനടിയിലെ മണ്ണൊലിപ്പ് തടയാൻ ചീഞ്ഞ അടിവേരുകളുള്ള മരം പിഴുതുമാറ്റുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് തിരിച്ചറിയുക.